ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നേന്ത്രവാഴൻ എങ്ങനെയാണ് നടുന്നത് എന്ന് നോക്കാം. ഇത് നല്ല ടിഷ്യൂ ഇനം നേന്ത്രവാഴയാണ്. അത് നമുക്ക് നഴ്സറികളിലൊക്കെ കിട്ടും. ടിഷ്യൂവിൻ്റെ ഇനാവുമ്പോൾ നമുക്ക് നട്ട് കഴിഞ്ഞാൽ നല്ലോണം വിളവെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനെ ബാധിക്കുന്ന രോഗങ്ങൾ കുറവാണ്. നമ്മൾ നടണത് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നല്ല ഇനം കായക്കൊല, നല്ല വെയിറ്റുള്ള ഇനം നമുക്ക് ഇത് നടുന്നത് വഴി നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ടിഷ്യൂ ഇനം വാഴ വയ്ക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടണത്. അപ്പോൾ നമ്മൾ ഈ ഇനം നേന്ത്രവാഴ നടുമ്പോൾ നമ്മൾ നേന്ത്രം തന്നെയാണോ എന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ നടാനായിട്ട്. വില റോബസ്റ്റൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നല്ല വിശ്വാസമുള്ള സ്ഥലത്തു നിന്ന് തന്നെ നമ്മൾ വാങ്ങിച്ച് നടണം. നല്ല രോഗപ്രതിരോധ ശക്തിയുള്ള ഇനമാണ് ടിഷ്യൂ വാഴ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള വാഴക്കൊല കിട്ടും. പിന്നെ ഈ ഒരു ടൈപ്പ് കൃഷി ചെയ്യുന്നതിന് നല്ലത്. നമ്മൾ ഓണൊക്കെ കണക്കാക്കി നല്ലോണം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഇനം നടുന്നതിന് നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഈൽഡ് കിട്ടും, നല്ല വെയിറ്റുള്ള ഇനം ഏത്തക്കൊലയും കിട്ടും. പിന്നെ ഒരുപോലെ ഇങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും. ഒരേ ടൈപ്പ് ഒരുമിച്ച് കൊലയ്ക്കും, അതുപോലെ ഒരുമിച്ച് ഒരേ നിലവാരത്തിലുള്ള കായക്കൊലയും കിട്ടും. അപ്പം നമ്മൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം ബുദ്ധിമുട്ട് വരില്ല. രോഗപ്രതിരോധ ശക്തി തന്നെ വരുമ്പോൾ പകുതി രോഗങ്ങൾ കുറയും. 4 ഇല ചെടിക്ക് വരുമ്പോഴാണ് നമ്മൾ നടേണ്ടത്. ഇപ്പം ഇതുപോലെ നടാൻ പാകമായിട്ട് 4 ഇല വന്നാൽ മതി, നമുക്ക് വാഴ നടാം. ഇതുപോലെ നമ്മൾ ഒരു ഏകദേശം 2 അടി നീളം, 2 അടി താഴ്ചയും 2 അടി വീതിയും ഉള്ള അളവിൽ വേണം നമ്മൾ വാഴ നടാനുള്ള കുഴി വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ pH വാല്യൂ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യണ മണ്ണായിരിക്കണം. ഇതിവിടെ ഇങ്ങനെ നമ്മൾ കുമ്മായ മുന്നേ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്തുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു കുഴി വെട്ടിയതിന് ശേഷം ഇതിലൊരു ചെറിയ കുഴി ഇങ്ങനെ കണക്കാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തിരി വലിയ കുഴി വെട്ടണം എന്ന് പറഞ്ഞത്. ഇതിൽ നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇടാം. എന്നിട്ട് വേണം നമ്മൾ ഇളക്കി വെക്കാനായിട്ട്. നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് വേണം നമ്മൾ വെക്കാനായിട്ട് നേന്ത്രവാഴ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വാഴ കൊലച്ചോളും. നല്ല വെയിൽ വേണം. നമ്മൾ ഏത്തവാഴ നടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒക്ടോബർ ആദ്യത്തിലായിട്ട് വേണം വാഴ നടാനായിട്ട്. അപ്പോഴാണ് നമുക്ക് ഓണത്തിന് വിളവെടുക്കാൻ പാകമായിട്ട് കിട്ടുള്ളൂ. ഓണത്തിനാണല്ലോ നേന്ത്രവാഴ ഏറ്റവും അധികം യൂസ് ചെയ്യണത്. അപ്പോൾ ഒക്ടോബർ ആദ്യത്തിലായിട്ട് നമ്മൾ നേന്ത്രവാഴ നടാൻ ശ്രദ്ധിക്കണം. പിന്നെ പ്രോപ്പറായിട്ട് വളമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഴ കൊലച്ച് 90-ാം ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിനി കുഴി ശ്രദ്ധിക്കാം. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ നേന്ത്രവാഴ കുഴി എടുക്കാനായിട്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ആ കുഴിയുടെ അളവൊക്കെ വേണ്ടത്. അപ്പം നമ്മൾ കുറച്ച് മേൽമണ്ണ് ഇട്ടിടണം. അതിലേക്ക് ഉണക്ക ചാണപ്പൊടി കുറച്ചൊന്നിട്ട്, നാടൻ കന്നാച്ച് നമുക്ക് വെണ്ണീർ ചേർക്കാം. ഇതിലിപ്പോൾ വെണ്ണീർ ചേർക്കണ്ട, ജസ്റ്റ് ചാണപ്പൊടി മാത്രം ചേർത്ത് ചെറിയൊരു പിള്ളക്കുഴി എന്ന് പറയും, അങ്ങനെ ഒരു കുഴി എടുക്കാം. അതിലേക്ക് വേണം നമ്മൾ വാഴ നടാനായിട്ട്. അപ്പം നമ്മളിതിൻ്റെ കവർ ഇതിൻ്റെ മാറ്റിൻ്റെ അപ്പം കണ്ട നല്ല ആരോഗ്യമുള്ള തൈയാണ്. അപ്പം ഇത് നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത കുഴിയിലേക്ക് വെക്കാം. ഇത് വെച്ചതിന് ശേഷം ഈ മണ്ണൊക്കെ ഒന്ന് ഇട്ട് വാഴ ഉറപ്പിക്കാം. അപ്പം ഇതിൽ വെണ്ണീർ ചേർത്തിട്ടില്ല കേട്ടോ, കന്നാകുമ്പോഴേ വെണ്ണീർ ചേർക്കണ്ടോ. ഇത് നമുക്ക് ചാണപ്പൊടിയും കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും കൂടി ചേർത്ത് നമുക്കിത് 4 ഇല പാകത്തിൽ ഇങ്ങനെ കുഴിച്ചിടണം. ഇത് നമുക്ക് കുറച്ചും കൂടി മണ്ണിട്ട് ചവിട്ടി ഉറപ്പിക്കാം. അപ്പോൾ ഇത് ഉറച്ച് നിന്നോളും. ഇതിപ്പോൾ നമ്മൾ മേൽമണ്ണിട്ടല്ലോ, എന്നിട്ട് പിന്നെ നമ്മളിത് കൈക്കോട്ട കൊണ്ടോ കാലം കൊണ്ടോ അങ്ങനെ ചെറിയ തയ്യല്ലേ. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഏത് ചെടി നട്ടാലും നമ്മൾ അപ്പം തന്നെ ഒന്ന് വെള്ളം ഒഴിക്കണം. ഇങ്ങനെ തെളിച്ച് കൊടുത്താൽ മതി, പുതിയ തൈയല്ല. വൈകിട്ട് നട്ട് കഴിഞ്ഞാൽ അത്ര വെയിൽ അങ്ങോട്ട് ഏൽക്കില്ല ചെടിക്ക്. ചെറിയ തൈയല്ലേ, നമ്മുടെ നേന്ത്രവാഴയുടെ തൈൻ്റെ വേര് മണ്ണായിട്ട് സെറ്റായിട്ട് വരുമ്പോൾ ഒരു 7-8 ദിവസം പിടിക്കും. അപ്പം നമ്മൾ നല്ല ശക്തിയിൽ വെയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടി വാടിപ്പോവും. അതിന് വേണ്ടി നമ്മൾ കുറച്ച് പച്ചിലത്തൂപ്പോ ഉണക്കലിയോ തൂപ്പ് നമ്മൾ ഇടണം. ഇപ്പോൾ വാഴയുടെ ഇല തന്നെയാണ്, ഉണക്കയില തന്നെയാണ്, നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം. വെയിലധികം ഏൽക്കാണ്ടിരിക്കാനായിട്ട്. ചേമ്പിൻ്റെ താളിൻ്റെ ഇലയും പച്ചപ്പുല്ലൊക്കെ വേണമെങ്കിൽ ഇടാം. കടയ്ക്ക് തന്നെ നല്ല പച്ചില കിട്ടണത് നല്ലൊരു വളം കൂടിയാണ്. അപ്പം ഇതിട്ടിട്ട് വെയിലും കൊള്ളാണ്ടിരിക്കുക, അതുപോലെ തന്നെ ചെടിക്ക് വളമായിട്ട് ഇലത്തൂപ്പ് കിട്ടും ചെയ്യും. പൊതിയിടാന്ന് പറയും.
ചീമക്കൊന്നേര ഇല ഏതാ ചെടാട്ട. ഇവിടെ എനിക്ക് ചേമ്പിൻ്റെ ഇല കിട്ടിയ കാരണമാണ് ഞാൻ അതിപ്പോൾ അത് വെച്ചത്. സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുഴി എടുത്തപ്പോൾ നമ്മൾ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ അടിവളമായിട്ട് പച്ചില വളം തന്നെ കിട്ടിക്കോളും. സൺലൈറ്റ് ആണ് ഇതിൽ ഏറ്റവും മുഖ്യം നേന്ത്രവാഴയ്ക്ക്, എന്നാലാണ് വേഗം വാഴ കൊലയ്ക്കുള്ളൂ. അതുപോലെ വളം അതുപോലെ ചെയ്യണം കേട്ടോ. ഈ ടിഷ്യൂ വാഴ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ചാണപ്പൊടിയോ ഇതുപോലെ പച്ചിലവളോ എല്ലുപൊടിയോ ചേർക്കണം. ജൈവമായിട്ട് ചേർക്കുമ്പോൾ എല്ലുപൊടിയൊക്കെ ചേർക്കണം. ഇതിപ്പോൾ ഒരു വാഴയാണ് ഞാൻ നട്ടുള്ളത്. നമ്മൾ വാഴ നടുമ്പോൾ 2.5 മീറ്റർ അകലം പാലിച്ചിട്ട് വേണം അടുത്ത വാഴത്തൈ നടാനായിട്ട്. അതുപോലെ ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല, അപ്പോഴാണ് നമുക്ക് നല്ല കായക്കൊല കിട്ടുക. അപ്പോൾ ടിഷ്യൂ വാഴയാകുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന് വേര് പിടിച്ച് വന്നതിന് ശേഷം മതി നമ്മൾ എല്ലുപൊടി ചേർക്കാനായിട്ട്. ഇപ്പം തന്നെ എല്ലുപൊടി ഇടണ്ട. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒരു കപ്പ് എല്ലുപൊടി ചേർക്കാം. വാഴ ഒന്ന് വേരൊക്കെ പിടിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് എല്ലുപൊടി ചേർക്കാം. ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന എല്ലുപൊടിയായാലും കുറച്ച് രാസവളമൊക്കെ ഉണ്ട്, അപ്പോൾ നടുമ്പോൾ തന്നെ ഇത് ചേർക്കരുത്. അപ്പോൾ ഇത് ഓർഗാനിക് ഫോസ്ഫേറ്റ് ആണ്, ഇത് ജൈവവളം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് വാഴയുടെ കടയ്ക്ക് ഒന്ന് വെതറി കൊടുക്കാം. ഇത് നമ്മുടെ വെർമി കമ്പോസ്റ്റ് പോലത്തെ വളമാണ്. അപ്പോൾ നമുക്കിത് നട്ടിട്ട് പിന്നാലെ തന്നെ ചേർക്കാം. കുറച്ചൊന്ന് അകത്തി ചേർത്താൽ മതി. അപ്പോൾ ആദ്യത്തെ വളം അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ജൈവ വളമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നടാൻ ശ്രദ്ധിക്കണം. അത് മണ്ണിലേക്ക് ഇറങ്ങി ചെടിക്ക് നല്ലൊരു കരുത്ത് ഊർജ്ജമൊക്കെ കിട്ടും. അപ്പം നമ്മൾ മുന്നേ തന്നെ നട്ടൊരു നേന്ത്രവാഴ തൈയാണ് അത്. ഇതുപോലത്തെ ടിഷ്യൂ വാഴ നട്ട് വാഴ കൊലച്ചില്ലതിന്. അപ്പോൾ വാഴ കൊല വീണപ്പോൾ നമ്മൾ ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഒരു മുള കൊണ്ട് ഒരു താങ്ങ് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അങ്ങനെ കാറ്റും മഴയൊക്കെ പല സമയത്തായിരുന്നു മറിഞ്ഞു വീഴും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് വയർ ഇട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കെട്ടി സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ വാഴയുടെ എല്ലാ കായും വിരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വാഴയുടെ തുമ്പുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്യാം. ഇതിപ്പോൾ കാഴ്ചക്കൊലയൊക്കെ ആണെന്ന് നമ്മൾ കട്ട് ചെയ്യണ്ട. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനത്തെ വളം ചേർക്കാം. കായൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഴയുടെ തുമ്പ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് അവസാനത്തെ വളം ചേർക്കാം. കായ നല്ല തുടം കിട്ടാനാണ്. തൃശ്ശൂർ ഏരിയയിലൊക്കെ നമ്മളിത് വാഴക്കൊടപ്പൻ എന്ന് പറയുക. ഇത് കണ്ടില്ലേ, നമ്മുടെ വാഴയുടെ പൂവൊക്കെ എല്ലാം വിരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് ഉള്ളിലത്തെ കാമ്പ് എടുത്തിട്ട് ഉപ്പേരി വയ്ക്കാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെ നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കാം. ഇത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അവസാനത്തെ ഒരു വളം കൂടി ചേർക്കണം. പൊട്ടാഷിൻ്റെ വളമാണത്. കുറച്ച് പിന്നെ നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്ന വെണ്ണീരുണ്ടല്ലോ, ചാരെന്ന് പറഞ്ഞാൽ, അതും കൂടി മിക്സ് ചെയ്ത് അവസാനമായിട്ടുള്ള ഒരു വളം ചേർക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കടയ്ക്ക് ചേർക്കണം. ഇപ്പോൾ ഒരു വാഴയ്ക്കുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ എടുത്ത് കഴിഞ്ഞാൽ അടുത്ത വാഴയും കുറച്ചുണ്ട്, അപ്പോൾ അതിൻ്റെ കടയ്ക്കും കൂടി നമുക്ക് ചേർക്കാം. ഇത് കഴിഞ്ഞാൽ നമുക്ക് കൊല വെട്ടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ വാഴയുടെ കൊല നല്ല തുടം വയ്ക്കും. അപ്പോൾ നമ്മളതിൻ്റെ കട ഇളക്കി നമ്മൾ പൊട്ടാഷ്യം വെണ്ണീറും കൂടി വളം കൂടി നമുക്ക് ചേർക്കാം. മഴ ഉണ്ട് ഇപ്പം, അപ്പോൾ നല്ലതാണ്. ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കാം. ഇപ്രാവശ്യം ചേർത്തുള്ളത് ഇംഗ്ലീഷ് വളമാണ്. ഇപ്പോഴും നമ്മുടെ കായ്ക്കൊലയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ടാവുക, തുടം പിടിച്ചിട്ടുണ്ട്. കായ്ക്ക് തുടം കിട്ടാനും കായ്ക്കൊല തൂക്കം കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണ് ഇത്. നമ്മൾ തുമ്പ് പൊട്ടിച്ചതിന് ശേഷം ഈ ഒരു വളം മിക്സ് ചെയ്ത് വാഴയുടെ കടയ്ക്ക് ചേർക്കാം. ഇത് നമ്മുടെ പറമ്പിൽ വേറൊരു നേന്ത്രവാഴയാണ്, പക്ഷെ അത് കൊലച്ചിട്ടില്ല, തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൊല വന്നെല്ലാം വിരിയണം, ഇതിങ്ങനെ ചവിട്ടി കളയണം. കൊല വന്ന് വിരിഞ്ഞതിന് ശേഷം ഇത് പൊന്തി വരാൻ പാടുള്ളൂ. അപ്പോഴാണ് ചട്ടിയിൽ വാഴ കൊലച്ച് നല്ല വാഴക്കൊല കിട്ടുള്ളൂ. വാഴക്കൊല വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ചവിട്ടണ്ട. നമുക്കത് കൊല വെട്ടി 1 മാസത്തിന് ശേഷം നമുക്ക് ആ കന്നുകളൊക്കെ പിരിഞ്ഞു വെക്കാമെന്ന് പറയില്ലേ. 1 മാസം കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ ഈ പീലി തൈകൾ മാറ്റി നടാനായിട്ട്. കുറച്ച് വാഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, പഴത്തൊലി, അത് ഇതിൽ പഴത്തൊലി, ഉരുളക്കിഴങ്ങ്, സബോളയുടെ തൊലിയൊക്കെയാണ്, അതൊക്കെ നമ്മൾ നമ്മുടെ കഞ്ഞീരെ വെള്ളത്തിലിട്ട് പുളിപ്പിച്ചതിന് ശേഷം നമ്മുടെ വാഴകൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല വാഴക്കൊല കിട്ടും. കായകൾക്കൊക്കെ നല്ല കനുണ്ടാവും, നല്ല തൂക്കം ഉണ്ടാവും. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. നമ്മൾ കഞ്ഞവെള്ളം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, ഏത് പൂച്ചെടി ആയാലും വാഴച്ചെടി ആയാലും ഒക്കെ പുളിപ്പിച്ച കഞ്ഞവെള്ളത്തിൽ നമ്മുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇളക്കി ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇത് തലേദിവസത്തെ കഞ്ഞവെള്ളത്തിൽ ഞാൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തൊണ്ടൊക്കെയാണ്, പിന്നെ അതുപോലെ ബീട്രൂട്ടിൻ്റെ, ക്യാരറ്റിൻ്റെ ഒക്കെയാണ് മിക്സിന്. അതൊക്കെ നമ്മൾ മുന്നേ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നല്ല ഫെർട്ടിലൈസറായി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ചേർക്കണം കാണിക്കാനായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് വാഴയുടെ കടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
നല്ല റിസൾട്ട് കിട്ടും. നല്ലൊരു ഫെർട്ടിലൈസറാണ്. ഇതുപോലെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്താൽ നല്ലതാണ്. ഇപ്പം നല്ല മഴക്കാലമായ കാരണം ഇത് പിന്നാലെ മഴ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ഡൈല്യൂട്ട് ചെയ്യാത്ത കണ്ടോ. ഇതിങ്ങനെ നമുക്ക് ഒഴിച്ചു ബീട്രൂട്ടിൻ്റെ മിക്സ് അടിച്ചത് നമുക്ക് ഈ ഒരു കളറായിട്ട് നിൽക്കണം. പപ്പക്കായയുടെ കുഴി പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്. എല്ലാ വാഴയ്ക്കും നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. പുല്ലൊക്കെ ഉണ്ടെങ്കിൽ കളയണമല്ല. ഇത് പച്ചച്ചാണകമാണ്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് ചാണകപ്പാലാക്കി സ്ലറിയാക്കാം. ഇത് പുളിപ്പിച്ച് ചേർക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഇതുപോലെ പച്ചച്ചാണകം കലക്കി ചാരം കൂടി ചേർത്തിട്ട് വേണം നമ്മുടെ ടിഷ്യൂ വാഴേൻ്റെ അല്ല, നമ്മൾ തൈ പിരിച്ചെടുക്കുമല്ലോ. നമ്മൾ വാഴക്കൊല വെട്ടിയതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് വേണം, ഞാൻ പറഞ്ഞല്ലോ, അത് കന്നെടുത്തതിന് ശേഷം നമ്മൾ ഈ ചാണകം ഡൈല്യൂട്ട് ചെയ്തതിൽ മുക്കിയിട്ട് തണലത്ത് 10 ദിവസം വെച്ചിട്ട് വേണം നമ്മൾ ഇത് നടാനായിട്ട്. ഇത് പച്ചച്ചാണകം കലക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെണ്ണീരും കൂടി ചേർക്കാം. പച്ചച്ചാണകം നല്ല ക്ലിയർ ആയിട്ട് കലക്കിയിട്ട് നമുക്ക് നമ്മൾ അടുപ്പിൽ കത്തിച്ച വെണ്ണീറില്ലേ, ചാര, അതും കൂടി ചേർക്കാം. എന്നിട്ട് ഇങ്ങനെ നല്ല കലക്കി എടുത്തിട്ട് വാഴക്കന്ന് നടുമ്പോഴാണ് ഇതിൽ നമ്മൾ ചാണകപ്പാലെന്ന് പറയും. അപ്പോൾ ഇതിൽ മുക്കി എടുത്തിട്ട് വേണം നമ്മൾ 15 ദിവസം തണലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മൾ നടാനായിട്ട്. ചാണകപ്പാലും വെണ്ണീറും കൂടി ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എല്ലുപൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് 1 ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഒഴിക്കണതും നല്ലൊരു വളമാണ്. നമ്മുടെ കായക്കൊല നല്ല വെയിറ്റ് കിട്ടാനുള്ള നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് നല്ലൊരു വളം കൂടിയാണ്. എല്ലുപൊടിയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് 1 ദിവസം പുളിപ്പിക്കാൻ പറ്റും. എന്നിട്ട് നമ്മുടെ വാഴക്കിടക്കി ഒഴിക്കും. കളയൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ വളം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ കള ഇങ്ങനെ വലുതായിട്ട് വരും. ഇനി നമ്മൾ ചെത്തി കൂട്ടണം വളം ഇട്ട് കഴിഞ്ഞ്. ഇതിപ്പോൾ പുല്ല് കുറച്ച് നിൽക്കില്ല, ഈ വാഴ പീലി തൈ ഉണ്ട്, അതൊക്കെ നമ്മൾ ചവിട്ടി കളഞ്ഞ് വാഴ കുഴച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വളത്തിലേക്ക് ചേർക്കണം. ഈ വാഴ കൊലച്ചുണ്ട്, പക്ഷേ വാഴക്കൊലയ്ക്ക് അത്രയും അങ്ങോട്ട് വലുപ്പമില്ല. അപ്പുറത്തന്നെ തെങ്ങും തൈ ഉണ്ടല്ലോ, തെങ്ങും തൈമെന്ന് പട്ട വന്നിട്ട് വെയിൽ ഇത്തിരി കുറവാണ്. അത് കാരണമാണ് വാഴക്കൊലയ്ക്ക് അത്രയും അങ്ങോട്ട് ശക്തി ഇല്ലാത്ത. അപ്പം നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വെക്കാനായിട്ട് കേട്ടോ. അത് നല്ലോണം ശ്രദ്ധിക്കണം. നല്ല വെയിൽ, നല്ല നീർവാർച്ച, അതുപോലെ വെള്ളം കെട്ടി നിൽക്കരുത് കടയ്ക്ക്. അത്രയും മതി. മണ്ണിങ്ങനെ കൂട്ടി കൂട്ടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 7 വളം നമ്മൾ വാഴക്കൊല വെട്ടിയെടുക്കുന്നതിൻ്റെ ഉള്ളിൽ ചെയ്യണം. 7 ട്രിപ്പായിട്ട് വളം ചേർക്കണം. കല്ലുപ്പ് നല്ലൊരു വളമാണ്. നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ അതിൻ്റെ കടയ്ക്കൊന്നും ഇട്ട് കൊടുത്താൽ പിണ്ടിപ്പുഴൊന്നും വരില്ല. നമ്മൾ ഈ വാഴ എന്ന് പറഞ്ഞാൽ പിണ്ടിപ്പുഴ വന്നു കഴിഞ്ഞാൽ കൊലച്ച് ഒരു പാകമാകുമ്പോൾ അതങ്ങോട്ട് ഒടിഞ്ഞാൽ വീഴും. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഉപ്പ് ഇങ്ങനെ വിതറണം. ഇത് ഡിഷ് വാഷറാണ്. അപ്പം നമ്മൾ ഇടയ്ക്ക് നമ്മൾ വാഴയ്ക്കൊക്കെ പല സ്ഥലത്തും പിണ്ടിമെന്ന് പിണ്ടിപ്പുഴു വരും. അതായത് പുറത്തൊക്കെ ഇങ്ങനെ പുഴു കുത്തി ഇങ്ങനെ ഒലിച്ചിങ്ങനെ കിടക്കണതാണ്. എൻ്റെ പറമ്പിലത്തെ വാഴയ്ക്കൊന്നും ഇല്ല. അപ്പോൾ ആ വാഴയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് കാണുന്നേക്കാൾ മുന്നേ തന്നെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കേട് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം കേട്ടോ. ഒരു 3 ദിവസം കൂടുമ്പോൾ ചെയ്യണം. നമ്മൾ ഡിഷ് വാഷ് എടുത്ത് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ഇത് കുറച്ച് ഒഴിച്ച് ഒരു കാർക്ക് എടുത്താൽ മതി. എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിണ്ടിപ്പുഴുവിന് വളരെ ഒരു ഇഫക്റ്റീവായ ഒരു മെത്തേഡാണ്. അത് നമ്മൾ പറമ്പിൽ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടിയതാണ്. അതിൽ നമ്മൾ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിണ്ടിപ്പുഴുവിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ മാറിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടി ഒലിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും വാഴകൾ. ഇതിങ്ങനെ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പിണ്ടി കിട്ടും. നേന്ത്രവാഴയുടെ പിണ്ടിയൊക്കെ നമുക്ക് ഉപ്പേരി വയ്ക്കാനും അതുപോലെ ജ്യൂസാക്കാനൊക്കെ ബെസ്റ്റാണ്. വാഴക്കല്ല ഒക്കെ നല്ലതാണ്. അപ്പം നമ്മൾ മാക്സിമം ജൈവവളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ വാഴയ്ക്ക് വരുന്ന രോഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കായക്കൊല കിട്ടും. പിന്നെ വേണമെങ്കിൽ നമുക്ക് മണ്ണിൻ്റെ pH നോക്കിയിട്ട് വളം നമുക്ക് തീരുമാനിക്കാം. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അധികമായിട്ട് കൃഷി ചെയ്യുമ്പോഴാണ്, വാഴത്തോട്ടായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ pH ടെസ്റ്റ് ചെയ്ത് ഒരേ സൈസ് വളം ചേർക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ വാഴ നട്ട് 7 ട്രിപ്പെങ്കിലും നമ്മൾ വളം ചേർക്കണം. ടിഷ്യൂ വാഴയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു 20 ദിവസം എത്തുമ്പോൾ നമ്മൾ ഒരേ ട്രിപ്പായിട്ട് വളം ചേർക്കണം. ആദ്യത്തെ വളം ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നു.
രണ്ടാമത്തെ വളം നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് ചേർക്കാം, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കാം. അങ്ങനെ നമുക്ക് ഒരേ മാസത്തിൽ ഏതൊക്കെയാണ് കുറവ് എന്ന് നോക്കി നമ്മൾ വാഴ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. പിന്നെ വാഴ ഒടിയണതിന് വേറൊരു കംപ്ലൈൻറ്റ് വരും. അതിനിപ്പോൾ ഒരു തൂണ് കൊടുത്താൽ മതി. ഓണക്കാലത്ത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നേന്ത്രവാഴ കൃഷി ചെയ്ത് വാഴക്കൊല വെട്ടിയെടുക്കാം.